നേപ്പാളിലേക്ക് തീർത്ഥയാത്ര പോയ പൊന്നാനി തൃക്കാവ് സ്വദേശികളായ 4 അംഗ കുടുംബത്തെ കാണാനില്ല. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋതീഷ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. നേപ്പാളിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപാണ് ഇവർ അവസാനമായി നാട്ടിലെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ചത്. ഈ മാസം 21-നാണ് കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ എത്തിയത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ഈ അപകടം നടന്ന ഇവരുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കാത്ത സാഹചര്യമാണോ ഉള്ളത്? ബന്ധുക്കൾ എന്താണ് പറയുന്നത്? അതു ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെടുക്കുന്നില്ല എന്നൊരു ആശങ്കയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. കഴിഞ്ഞ 21-നാണ് ഓസ്ട്രേലിയയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ഇവർ എത്തിയത്. നേപ്പാളിലേക്ക് തീർത്ഥയാത്രയ്ക്കായിട്ടാണ് ഇവരെത്തിയത് എന്നുള്ളതാണ് നമ്മൾ ഇവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പൊന്നാനി സ്വദേശികളാണ്, പക്ഷേ ഓസ്ട്രേലിയൻ പൗരത്വമുണ്ട് ഇവർക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീധരൻ അയ്യർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി, മക്കളായിട്ടുള്ള ഋഷത്, രുദ്ര എന്നിവരെയാണ് കാണാനില്ല എന്നൊരു പരാതി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ നേപ്പാളിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് കുടുംബവുമായി അവർ സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ ഉൾപ്പെടെ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല എന്നൊരു ആശങ്ക കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അവിടുത്തെ തിരച്ചിൽ ഉൾപ്പെടെ ഏകോപിപ്പിക്കാവുന്ന സാഹചര്യങ്ങളിൽ വിലയിരുത്തലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന വണ്ണം സ്ഥലം MLA കൂടിയായിട്ടുള്ള നൌഷാദ് അലി അല്പസമയം മുമ്പ് അവരുടെ പൊന്നാനിയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണാതായിട്ടുള്ള അയ്യരുടെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരുമായി, ആ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. അല്പസമയം, ഏകദേശം ഒരു 5 മിനിറ്റ് മുൻപാണ് MLA ഇവിടെ എത്തിയത്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവരെ കണ്ടെത്താൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കും എന്നുള്ളൊരു ഉറപ്പ് കൂടി നൌഷാദ് അലി MLA പറഞ്ഞു വെക്കുന്നുണ്ട്. കുടുംബത്തിന് ആശ്വാസമാവുക എന്നുള്ളത് തന്നെയാണ്, സംസ്ഥാനം കൂടെയുണ്ട് എന്നുള്ള കാര്യം കൂടി ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി, ഈ കാണാതായിട്ടുള്ള 4 പേരെയും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വണ്ണത്തിൽ എന്ത് വേണം ചെയ്യാൻ അതെല്ലാം ചെയ്യും സംസ്ഥാനം എന്നുള്ള ഉറപ്പ് കൂടി MLA നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് ഈ നിമിഷവും പങ്കുവയ്ക്കാനുള്ളത്. ശരി, കാഠ്മണ്ഡുവിൽ എത്തിയത് കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ അപകടം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുൻപ് മാത്രമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടത്. ശേഷം വിവരങ്ങളില്ല എന്നതാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ തുടരുന്നത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. സോണൽ, കുടുംബാംഗങ്ങൾ ആരുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഈ നോർക്കയുമൊക്കെയായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ ഇതിനകം? തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അവിടെ ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്ന സംഘങ്ങളുമായി ഉൾപ്പെടെ ആ സംസ്ഥാന ഭാരവാഹികളായിക്കോട്ടെ കുടുംബമായിക്കോട്ടെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. സംസ്ഥാനം കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് അറിയിക്കാൻ കൂടിയാണ് സ്ഥലം MLA കൂടിയായിട്ടുള്ള നൌഷാദ് അലി അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 21-നാണ് ഓസ്ട്രേലിയയിൽ നിന്ന് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ഈ കുടുംബം, 4 അംഗ കുടുംബം എത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബന്ധുക്കളുമായി സംസാരിച്ചപ്പോഴും അക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ മിന്നൽ പ്രളയം ഉണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് അവർ ബന്ധുക്കളെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പ്രളയ വാർത്ത അറിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ ഉൾപ്പെടെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചെറിയൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. പക്ഷേ അവർ സേഫാണ് എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ, കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നൌഷാദ് അലി MLA കൂടിയും ചേരുന്നുണ്ട്. MLA, എന്തൊക്കെയാണ് കാര്യങ്ങൾ? അല്ല, ഇത് പിന്നെ ആസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ഒറിജിനാണ് അവർ സിഡ്നിയിൽ നിന്നാണ് അവർ പിന്നെ മാനസ സരോവർ കൈലാസ് തീർത്ഥയാത്രക്ക് പോയത്. അപ്പോൾ അവർ ടിബറ്റൻ ബോർഡറിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗം ഒരു വലിയൊരു തകർച്ചയെ നേരിട്ടൊരു ഇടമാണ്. പക്ഷേ ഇന്നലെ മുതൽ അതിന് കുറച്ച് ശുഭാപ്തി നിറഞ്ഞ വാർത്തകളുണ്ട്. അവരുടെ ഹോട്ടൽ സേഫാണ് എന്നുള്ളതാണ് കിട്ടിയ വാർത്ത. പക്ഷേ അവർ ഈ പ്രളയത്തിൻ്റെ ഒരു മുൻകൂർ ഒരു നിഗമനം, അലർട്ട് അവർക്ക് കിട്ടിയതുകൊണ്ട് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് തന്നെ അവർ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടർന്ന് അവർ ഒരു സുരക്ഷിത സ്ഥാനത്തേക്കായിരിക്കും മാറിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ധാരണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവരെക്കുറിച്ചുള്ള വിവരങ്ങളില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുന്ന് അവർ പിന്നെ ഈ ടിബറ്റൻ അതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്.
പോയ ചിലരുടെ ബന്ധുക്കൾ ഇന്നലെ ഹെലികോപ്റ്ററിൽ ഒരു ആകാശ വീക്ഷണമൊക്കെ നടത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. ഈ വിഷയം അറിഞ്ഞ ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന ഇന്ത്യൻ എംബസിയുമായിട്ടും ഇന്ത്യൻ എംബസി വയ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു 3 ഡസനോളം ആളുകൾ ഇത്തരത്തിൽ യാത്ര പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇത്തരത്തിലതൊരു സമ്പൂർണ്ണമായൊരു കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് സമ്പൂർണ്ണമായിട്ടൊരു തകർച്ച നേരിട്ടൊരു പ്രദേശമായതുകൊണ്ട് ഈ തെരച്ചിലിനൊക്കെയുള്ള പരിമിതികളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബന്ധുക്കൾ നേരിട്ട് അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ റെസ്ക്യൂ ടീമുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് വിവിധ സംഘങ്ങളായ മലയാളികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ തീർത്ഥാടനത്തിന് പോയ നിരവധി ആളുകളുണ്ട് എന്നതൊക്കെയാണ് നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണവും നമ്മൾ കേട്ടതാണ്.